അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ അദാബിൻ്റെ കോലവും ഈ 4 കോലത്തിലാണെന്ന് അവർ. ഈ 4 കോലത്തിൽ കാറ്റ് ഭൂമിയിലേക്ക് താന്നു പോവുക, പ്രളയങ്ങളുണ്ടാവുക, ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ് വമാ കാനല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. വമാ കാനല്ലാഹു ലിയദ്ലിമഹും. ഇതൊക്കെ കേട്ടിട്ട് നീ തെറ്റിദ്ധരിക്കണ്ട. എന്ത് തെറ്റിദ്ധരിക്കണ്ട? അള്ളാഹു അവരോട് ളുൽമ് ചെയ്തതാണ് എന്ന് നീ ധരിക്കണ്ട. അള്ളാഹു അവരോട് ളുൽമ് ചെയ്തതാണ്, അക്രമം ചെയ്തതാണ് എന്ന് ഇതൊക്കെ ഓതുന്ന സമയത്ത്, വായിക്കുന്ന സമയത്ത് നീ ധരിച്ചു വെക്കണ്ട. അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ടല്ലോ നമ്മളെ കേരളത്തിൽ. ഈ ഒരു ദുരന്തം സംഭവിച്ചപ്പോഴും അള്ളാഹുവിനെ കുതിര കയറാനാണ് അവർ ശ്രമം നടത്തിയിട്ടുള്ളത്. പാടുൾക്കൊള്ളാനല്ല, അള്ളാഹുവിനെ കുതിര കയറാൻ. റബ്ബ് പറയാണ്, ഇതൊക്കെ നീ കാണുമ്പോൾ കേൾക്കുമ്പോൾ അള്ളാഹു ഈ മനുഷ്യരോടൊക്കെ ഇങ്ങനെ വലിയ അക്രമം ചെയ്തോ എന്ന് മനുഷ്യ നീ ധരിക്കണ്ട. വലാകിൻ, എന്താ പിന്നെ ഇവിടെ സംഭവിച്ചത്? കാനൂ അൻഫുസഹും യദ്ലിമൂൻ. ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണക്കാർ അവർ തന്നെയാണ്. അവർ അവരുടെ നഫ്സുകളോട് ചെയ്തിട്ടുള്ള അതിക്രമത്തിൻ്റെ കാരണമായിട്ടാണ് ഇതൊക്കെയും തന്നെ സംഭവിച്ചത്. അള്ളാഹു ഏകപക്ഷീയമായി അവരെ പിടിച്ചു ശിക്ഷിച്ചതല്ല. അത് പറയുമ്പോൾ തന്നെ മറ്റൊന്നുകൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ? വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ഇങ്ങനെയൊക്കെയും തന്നെ പറയുമ്പോൾ അല്ലാഹു തആല സൂറത്ത് അൻഫാലിൻ്റെ 25-ാമത്തെ ആയത്തിൽ മറ്റൊരു പാഠം നമ്മളോട് പറയുന്നുണ്ട്. അതെന്താണ്? മനുഷ്യരെ, നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. വത്തഖൂ, നിങ്ങൾ നല്ലവണ്ണം സൂക്ഷിക്കണം. ഫിത്നതൻ, അല്ലാഹുവിൻ്റെ അദാബിനെ. എന്താ അതിൻ്റെ പ്രത്യേകത? ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. അതെങ്ങാനും അവതരിച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള തെമ്മാടികളാകുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും അത് ഭവിക്കുക എന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾക്ക് സൂക്ഷ്മത വേണം, ശ്രദ്ധിക്കണം. നിങ്ങൾ അത് ഇറങ്ങുന്ന സമയത്ത് ഈ തെമ്മാടികളാകുന്ന ആളുകൾ മാത്രമേ അതിൽ അകപ്പെട്ടു പോവുകയുള്ളൂ എന്ന് നിങ്ങൾ ധരിച്ചു വെക്കരുത്. വഅലമൂ, നിങ്ങൾ ഓർക്കണേ, അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായ രൂപത്തിൽ പിടിച്ച് ശിക്ഷിക്കുന്നവനാണ്. അവൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് കഠോരമാണ്. അപ്പോ ഈ അദാബിറങ്ങുന്ന സമയത്ത് അവിടെയുള്ള ഫാസിഖീങ്ങളാകുന്ന ആളുകളെ, അവരെ മാത്രം, അക്രമികളാകുന്ന ആളുകളെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ടായിരിക്കില്ല അദാബിൻ്റെ സ്വഭാവം ഉണ്ടാവുക. അവിടെയുള്ള ആളുകളൊക്കെ അതിലകപ്പെടും. പക്ഷേ അതിലകപ്പെടുമ്പോൾ മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ പ്രതിഫലം കൊടുക്കും. ഉഖ്റവിയായ ശുഹദാക്കളുടെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങളെ അല്ലാഹു ഉൾപ്പെടുത്തും. കണ്ടോ നിങ്ങൾ, ഈ ദുരന്തങ്ങളിൽ അകപ്പെട്ടു പോകുന്ന മുഅ്മിനീങ്ങൾ അതിലുണ്ടെങ്കിൽ ആ മുഅ്മിനീങ്ങൾക്ക് പടച്ച റബ്ബ് അവരെ ഉഖ്റവിയായ ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. മുഅ്മിനായ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു പ്രയാസങ്ങളും അവനെ സംബന്ധിച്ചിടത്തോളം അവന് അത് സന്തോഷമേ ഉള്ളൂ, പ്രയാസമല്ല. നോക്കൂ, മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാളിൽ മീസാൻ എന്ന് പറയുന്ന തുലാസിനെ ഹാജരാക്കപ്പെട്ടു. ആ തുലാസിൽ മുഅ്മിനീങ്ങളുടെ അഅ്മാലുകളൊക്കെയും തൂക്കുകയാണ്. സ്കാരങ്ങളൊക്കെ അതിലിതാ കൊണ്ടുവന്ന് തൂക്കുന്നു. ഫയൂതാ ബി അഹ്ലി സ്വലാത്തി ഫയുവഫൗന ഉജൂറഹും ബിൽ മവാസീനി. ആ തുലാസിൽ അവരുടെ നിസ്കാരങ്ങൾ തൂക്കുന്നു, മറ്റു അമലുകൾ തൂക്കുന്നു. ആ സമയത്താണ് ഇതുപോലെ ബലായിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾ വരുന്നത്. ഇതുപോലത്തെ ബലാവുകളിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾ പടച്ച റബ്ബിൻ്റെ അരികിൽ മഹ്ശറയിൽ വരുന്നു.
അവിടെ വരുന്ന സമയത്ത് അവരോട് അള്ളാഹു ചെയ്യുന്നത് എന്താണെന്നറിയോ? അവരോട് ആ സമയത്ത് തുലാസ് അങ്ങോട്ട് മാറ്റിവെക്കുക. അവർക്ക് തുലാസിൽ തൂക്കണ പരിപാടിയില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അവരെ തുലാസിൽ തൂക്കണ പരിപാടിയില്ല. വലാ യുൻസബു ലഹും മീസാനുൻ, മീസാൻ എന്ന് പറയുന്ന തുലാസിന്റെ അരികിലേക്ക് അവരെ കൊണ്ടുവരുന്നില്ല. അവരെ അമാലുകൾ അവിടെ തൂക്കണില്ല. പിന്നെയോ തുലാസൊക്കെ മാറ്റി വയുൻശറു ലഹും ദീവാനുൻ ഫയുസബ്ബു അലൈഹിമുൽ അജ്റു സബ്ബൻ ബിഗൈരി ഹിസാബ്. ഇതുപോലത്തെ ദുരന്തങ്ങളിലും ബലാഹുകളിലും അകപ്പെട്ട് ആഖിറത്തിലേക്ക് വരുന്ന ആളുകൾ, ആ ആളുകൾക്ക് അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അദാ ഫയുസബ്ബു അലൈഹിമുൽ അജ്റു, ധാരാളമായി ചൊരിച്ചു കൊടുക്കുകയാണ്. സബ്ബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മുകളിൽ നിന്ന് ഇങ്ങോട്ട് ചൊരിച്ചു കൊടുക്കുക. അത് ഒരുപാടുണ്ടാവും. മുകളിൽ നിന്ന് ഇങ്ങനെ ചൊരിച്ചു കൊടുക്കുമ്പം അത് പോന്നാ എന്തായാലും ഒരിടത്തെത്തി അല്ലേ? അത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാ എന്തായാലും അതിങ്ങോട്ട് അടിയിലെത്തി. പിന്നെ അവിടുന്ന് അത് മാറ്റാൻ കഴിയില്ല. അവൻ അർഹതപ്പെടുകയാണ്. അങ്ങ് സബ്ബ് ചെയ്യുകയാണ്. അല്ലാഹു തആല ചൊരിച്ചു കൊടുക്കുകയാണ്, അളന്ന് മുറിച്ച് കൊടുക്കല്ല. എത്ര വക്ത് നിസ്കരിച്ചാണ്? നിസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ എത്ര കൊല്ലം ജീവിച്ചിട്ടുണ്ട്? നിനക്ക് അല്ലാഹു എത്ര ആയുസ് തന്നിട്ടുണ്ട്? അതിൽ നിസ്കരിക്കേണ്ട പ്രായം, പുലൂകാകുന്നതിൻ്റെ മുൻപിലുള്ള പ്രായം മാറ്റിവെച്ച് നിസ്കരിക്കേണ്ട സമയങ്ങളും വഖത്തുകളും ഇതാ ഇത്രയും വഖത്തുകളുണ്ട്. ആ വഖത്തുകളൊക്കെ നിസ്കരിച്ചണോ? ഇത് കൂടുതലൊന്നും പ്രയാസം ഉണ്ടാവില്ല. അപ്പം കണ്ടോ നിങ്ങൾ, ബലായിൽപ്പെട്ട ആളുകൾ ആഖിറത്തിൽ തുലാസായിട്ട് മാറ്റിവെക്കുക. ഓൽക്കത് വേണ്ട, അള്ളാഹ് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ടോ ഇത് ഈ അള്ളാഹുവിൻ്റെ ഈ കൊടുതികൾ കാണുമ്പം, ആർക്ക്? ഈ ബലായിൽ അകപ്പെട്ട ആളുകൾക്ക് റബ്ബ് കൊടുക്കുന്ന സന്തോഷങ്ങൾ കാണുമ്പോൾ ഹത്താ യതമന്നാ അഹ്ലുൽ ആഫിയാ, മറ്റുള്ള ആളുകളുണ്ട്, അവരിത് കാണാണ്, അവരാഗ്രഹിച്ചു പോയി. അന്നഹു കാനത് തുഖ്റദു ബിൽ മഖാരിദി അജ്സാദുഹും മിമ്മാ ഫീഹി അഹ്ലുൽ ബലാഇ മിനൽ ഫളി. ദുനിയാവിൽ ഇവരുടെയൊക്കെ ശരീരം, ആരെ ഒന്നും പറ്റാത്ത ആഫിയത്തുള്ള ആളുകളില്ലേ, ഇങ്ങനത്തെ ബലാഹുകളിൽ നിന്നും അകപ്പെടാത്ത ആളുകളില്ലേ, അവരാഗ്രഹിച്ചു പോയി. എന്തേ? ദുനിയാവിൽ ഒരു കത്രിക കൊണ്ടുവന്നു എൻ്റെ ശരീരം പാർട്സുകളാക്കി കഷ്ണങ്ങളാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിനി. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കഴിഞ്ഞില്ലേ. അനശ്വരമായ അനന്തമായ ലോകത്ത് അള്ളാഹു അവരെ സന്തോഷിപ്പിക്കുന്നു. വെറുതെ ആക്കണില്ല അള്ളാഹു. അതാണ് ബലായിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾ, ബലായിൽ അകപ്പെടുന്ന ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ബലാഗ് നൽകുന്ന ആളുകൾ, അവരെ അള്ളാഹു ഇപ്പുറത്ത് അവർക്ക് വേണ്ടതൊക്കെ റബ്ബ് കൊടുക്കുന്നുണ്ട്. അള്ളാഹു അവരെ നിരാശപ്പെടുത്തുന്നില്ല. അതേ സമയത്ത് അള്ളാഹ് പറയുന്നു, നിങ്ങൾ എന്താവണം? നിങ്ങൾ ഈ അദാബ് വരുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. വത്തഖൂ ഫിത്നത്തൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. അത് ഈ അക്രമികാരികളാകുന്ന ആളുകൾക്ക് മാത്രമായിരിക്കില്ല. വരുന്ന സമയത്ത് അവിടെ എല്ലോലൊക്കെ അതിൽ പെടുട്ടോ. നമ്മളെപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ടത്. നമ്മുടെ കാലിൽ ഉറുമ്പ് കയറി, നല്ല കടിച്ചാൽ വേദനയുള്ള ഉറുമ്പുകൾ കുറേ കയറി. അതൊക്കെ ഇങ്ങോട്ട് കയറിയപ്പോൾ അതിൽപ്പെട്ട ഏതോ ഒരു ഉറുമ്പ് നമ്മളെ കടിച്ചു. എല്ലാവരും കടിച്ചിട്ടില്ല. 10 ആളുകൾ കയറിയപ്പോൾ ഒരാൾ കടിച്ചു. നമ്മൾ ഇതിലെന്താ? നമ്മളൊരൊറ്റ ഒരതലാട്ടൊരുത് 10 ആളും ആടുക്കണറി അല്ലേ? ഇതെൻ്റെ ഒരു കോലല്ലേ? ആ കടിച്ചോനൂടെ ഓനെ മാത്രം കണ്ട് പിടിച്ചിട്ട് ഇല്ലേ ഇജിന്നെ കടിച്ചടാന്ന് അറിഞ്ഞിട്ട് അവനെ മാത്രം അങ്ങോട്ട് പിടിച്ച് ശിക്ഷിക്കലല്ലോ. നിരപരാധികളായ 9 ആളുകളുണ്ട് അവിടെ. ആ തേമ്പലിൽ ഓലും പെട്ടു. ഇതുകൊണ്ടാണ് അംറും ബിൽ മഅറൂഫ്, ഒരു തിന്മ കണ്ടാൽ മിണ്ടാതിരിക്കരുത്. മുഅ്മിനായ മനുഷ്യൻ അവിടെ ബാധ്യതകൾ ഒരുപാടുണ്ട്. അതാ കൈ കൊണ്ട് തടുക്കാൻ പറ്റിയത് കൈ കൊണ്ട് തടുക്കണം. നമ്മൾ പറയാറില്ല സാധാരണ, നാവ് കൊണ്ട് തടുക്കാൻ പറ്റുമെങ്കിൽ നാവ് കൊണ്ട് തടുക്കണം. മനസ്സുകൊണ്ട് തടുക്കാൻ പറ്റുന്നത് വെറുത്തിട്ട് അങ്ങനെ തടുക്കണം അല്ലേ? അതിനൊക്കെ ഓരോ കോലങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇവൻ ചെയ്യുന്ന ഈ ദുൽമം, ഇവൻ ചെയ്യുന്ന ഈ ഹറാമിൻ്റെ ദുരന്തം അവന് മാത്രമല്ല അത് ഭവിക്കുക.